ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ സെൻസെക്സ് 1000 പോയിൻ്റിൻ്റെ ഒരു റാലിയാണ് ഇന്ത്യൻ മാർക്കറ്റ് കിട്ടിയത്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം വളരെയധികം പോസിറ്റീവായിരുന്നു. ഇന്നലെ കൊറിയൻ മാർക്കറ്റൊക്കെ അവധിയായിരുന്നു. ഇന്നിപ്പോൾ കൊറിയൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈ. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കുകൾ ഒന്നും തന്നെ നടന്നില്ല. വീണ്ടും യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് നടത്തിയിരിക്കുന്നത്. നമുക്ക് നാളെയാണ് സെൻസെക്സിൻ്റെ എക്സ്പയറി. വ്യാഴാഴ്ച ദിവസം ഈദ് കാരണം മാർക്കറ്റ് അവധിയാണ്. ഇന്നലെ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നടന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഏറ്റവും താഴെ നാസ്ഡാക്ക് പ്ലസ് ആയിരുന്നു, ഡോ പ്ലസ് ആയിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് പ്ലസ് ആയിരുന്നു. ഇന്ത്യ വിക്സ് ഇന്നലെ 8% ക്രാഷ് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ ഫ്യൂച്ചറും US ഫ്യൂച്ചറും എസ്പെഷ്യലി ഡോയും നാസ്ഡാക്ക് ഫ്യൂച്ചറും പ്ലസ്സിൽ തന്നെയാണ്. ബ്രൻ്റ് ഓയിൽ 95 എന്ന നിലയിൽ നിലനിൽക്കുകയാണ്. 100-ന് താഴെ വന്നു ബ്രൻ്റ് ഓയിൽ. അതാണ് ആശ്വാസം പകരുന്ന ഒരു കാര്യം, എസ്പെഷ്യലി വിപണിക്ക്. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. എസ്പെഷ്യലി മിഡ് ക്യാപ്പിലെ രാജാക്കന്മാരുടെ റിസൾട്ടാണെന്നുള്ളത്. കൂടാതെ ലാർജ് ക്യാപ്പുണ്ട്. ONGC, സൈമൻസ്, IRCTC, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽ, ബയർ ക്രോപ്പ് സയൻസ്, JK ടയർ, ആസ്ട്ര മൈക്രോവേവ്, സെൻകോ ഗോൾഡ്. അങ്ങനെ ഇതാണ് ലാർജ് ക്യാപ്പ് കമ്പനീസ്. മിഡ് ക്യാപ്പ് ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഏകദേശം ഒരു 50ഓളം കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. മേജർ കമ്പനീസിൻ്റെ റിസൾട്ട് ഇതാണ്. ഇനി നമുക്ക് ADR സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. ഇൻഫോസിസും, വിപ്രോ, ICIC, HDFC, ഡോക്ടർ റെഡ്ഡി, റിലയൻസ്, GDR പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പോസിറ്റീവായിട്ടാണ് ക്ലോസ് നടന്നത്. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ മാർക്കറ്റ് ഇന്ന് നമ്മുടെ മന്ത്ലി എക്സ്പയറി, എല്ലാ ഇൻഡെക്സിൻ്റെയും സ്റ്റോക്കിൻ്റെ എക്സ്പയറി, കൂടാതെ തന്നെ വ്യാഴാഴ്ച മാർക്കറ്റ് അവധിയായതുകൊണ്ട് നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വോളറ്റിലിറ്റി നമുക്ക് മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എഫക്റ്റ് മാർക്കറ്റിൽ കണ്ടു കഴിഞ്ഞു. ഇനി ഫർദറായിട്ട് മാർക്കറ്റ് മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയും അതുപോലെയുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ യുദ്ധത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണം, ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വേണം, അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വേണം. അപ്പോൾ അത് വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് നിക്ഷേപകരുടെ ഇപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഇനി നമുക്ക് ഈ ബിറ്റ്കോയിൻ്റെ ചാർട്ടൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. 77,600-ൽ നിന്ന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് 76,594-ലേക്ക് ഒന്ന് ഫോൾ ആയിട്ടുണ്ട്. അപ്പോൾ ബിറ്റ്കോയിനിലൊക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോഴ്സ് ഫ്രീ ആണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻറ്റിമേറ്റ് ചെയ്താൽ മതി. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ ഫോം ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അവിടെ വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐഡിയും കൊടുക്കുക. ഇനി നേരെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസിൽ റെക്കമെൻഡേഷൻ അല്ല. ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് അല്ല 608 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഡിഫൻസ് ഓർഡർ. RVNL കമ്പനി, RVNL നെറ്റ് പ്രോഫിറ്റ് 58% ഇയർ ഓൺ ഇയറിൽ കുറവാണ് റിപ്പോർട്ട് ചെയ്തത് ഇത്തവണ. കണ്ടെയ്നർ കോർപ്പറേഷൻ കമ്പനി, ഇവർ നെറ്റ് പ്രോഫിറ്റിൽ 300 കോടി രൂപയിൽ നിന്ന് 267 കോടി രൂപയിലേക്ക് 12% നെറ്റ് പ്രോഫിറ്റിൽ കുറവ് സംഭവിച്ചു. പേടിഎം കമ്പനി, പേടിഎമ്മിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനി $9 മില്യൺ ഒരു മേജർ അക്വിസിഷൻ നടത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്. ആദിത്യ ബിർള ഫാഷൻ കമ്പനി, ഇവരുടെ നെറ്റ് ലോസാണ് ഉള്ളത്. 16 കോടി രൂപയിൽ നിന്ന് 148 കോടി രൂപയിലേക്ക് ലോസ് കൂട്ടി ഇവർ. NLC ഇന്ത്യ കമ്പനി, ഇവർ ന്യൂക്ലിയർ പവർ കോർപ്പറേഷനായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. എവിസ് സ്പേസ് സൊല്യൂഷൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിൾ ഈ തവണ അച്ചീവ് ചെയ്തു. പൈൻ ലാബ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇവർ 17% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ തവണ. അമരരാജ ബാറ്ററി കമ്പനി, ഇവർ നെറ്റ് പ്രോഫിറ്റ് 95% വർധനവ് രേഖപ്പെടുത്തി. മാൻ ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 25% ഇടിവ് റിപ്പോർട്ട് ചെയ്തു. പ്രോഫിറ്റിലാണ്, പക്ഷേ പ്രോഫിറ്റിലൊരു കുറവ്. 68 കോടി രൂപയിൽ നിന്ന് 50 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് കമ്പനി 850 കോടി രൂപയുടെ ഒരു മേജർ ലക്ഷറി പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഇവർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. സൂപ്പർജിത്ത് എഞ്ചിനീയറിംഗ് കമ്പനി 27 കോടി രൂപയിൽ നിന്ന് 71 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഹിറ്റാച്ചി എനർജി കമ്പനി 180 കോടി രൂപയിൽ നിന്ന് 330 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി.
യൂണിപാഡ്സ് ഇന്ത്യ കമ്പനി 22 കോടി രൂപയിൽ നിന്ന് 51 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഇൻഡോരാമ സിന്തറ്റിക് കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 51 കോടി രൂപയിൽ നിന്ന് 64 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. അപ്പോൾ ഡെൽറ്റ ക്രിപ്റ്റോ ട്രേഡ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫ്രീ കോഴ്സ് ഫസ്റ്റ് കമൻറ്റിൽ നിങ്ങൾ ഡീറ്റെയിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ വൈകിട്ട് കാണാം. താങ്ക് യു ഓൾ.